ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ പേപ്പറും പെന്നും സ്കെയിലും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ എന്തോ സംഭവിക്കുമെന്ന്. ആദ്യം ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഈ ക്രാഫ്റ്റ് തുടങ്ങിയപ്പോൾ വിചാരിച്ചത്. പക്ഷേ അവസാനം എത്തിയപ്പോഴല്ലേ മനസ്സിലായത് എല്ലാം പാഴായിരുന്നു. ഞാനേ ഒരു പേപ്പർ ഫ്ലവർ വൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എൻ്റെ അമ്മോ, എന്താ പറയാ, ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഒരു 15 സെക്കൻഡ് തികച്ചില്ല, അത്രയ്ക്ക് ഫാസ്റ്റിലായിരുന്നു ആ വീഡിയോ ഓടിക്കൊണ്ടിരുന്നത്. ഞാനൊരു കുറേ പ്രാവശ്യം പോസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൽ വോയിസ് ഓവർ ഉണ്ടായിരുന്നില്ല, ഒരു പാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കുറേ പ്രാവശ്യം ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചത് തന്നെ. അവസാനം ദേഷ്യം വന്ന് എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു കളഞ്ഞു. എന്നാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇതിനു വേണ്ടി കുറേ സമയം ഞാൻ കളഞ്ഞതാണ്. ഈ ഒരു സാധനം എൻ്റെ വേറൊരു വീഡിയോ എടുക്കേണ്ട സമയം പോലും കളഞ്ഞ സാധനമാണ്. അപ്പം ഞാനത് ഒന്നുകൂടി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. നേരത്തെ ഉണ്ടാക്കിയ പേപ്പറിൽ എൻ്റെ അളവ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും എനിക്ക് മടക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരേ അളവിൽ തന്നെയാണ് മാർക്ക് ചെയ്തിട്ട് ഈ ലൈനൊക്കെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എല്ലാ സൈഡിലും 4 സെന്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഈ ക്രോസ് ലൈനുകളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചെടുത്തത് കേട്ടോ. ഇനി ഇതിന്റെ സെന്ററിൽ കൂടെ ലൈൻ വരച്ചു കൊടുക്കണം. നേരത്തെ വരച്ചപ്പോൾ ആ സെന്ററിൽ കൂടെ ലൈനിന്റെ ആ ഒരു അളവൊക്കെ തെറ്റിപ്പോയി, ആ ക്രോസിൽ കറക്റ്റായിട്ട് വന്നൊന്നും ചെയ്തില്ല. അപ്പൊ ഈ അവസ്ഥയിൽ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലൈൻ ഫുള്ള് വരച്ചു കഴിഞ്ഞതാ. ഈ ലൈന് ഇവിടെ കാണുന്നില്ലേ, ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ മടക്കേണ്ടത്. എന്താ പറയാ, നല്ല ഭംഗിയുള്ളൊരു ആയിരുന്നു കേട്ടോ അത്. നല്ല ഉരുണ്ടിട്ടൊക്കെ ഉള്ള ഈ മടക്കുകളിലൂടെയൊക്കെ ഇങ്ങനെ മടക്കിയിട്ട്, അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും എനിക്കത് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്തത്. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടെങ്കിലും വീണ്ടും ചെയ്ത് നോക്കിയതിന്റെ കാരണം അതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇപ്പം ഇടുന്നത് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ്. എനിക്ക് എൻ്റെ സമയം മുഴുവൻ കളഞ്ഞ ഈ വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമം കൊണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഇന്ന് ഇടാനുള്ള വീഡിയോ ഇനി വേറെ ഇല്ല, എനിക്ക് ഈ ഒരു വീഡിയോ ഇട്ടേ പറ്റൂ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇതേപോലെ മടക്കണം, ഈ ഒരു സൈഡിൽ ഇങ്ങനെ മടക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടേക്കുന്ന ആ ഒരു ഡയമണ്ട് ഷേപ്പില്ലേ, അതിൻ്റെ ഇടവശത്തും ഇങ്ങനെ മടക്കി വരണം കേട്ടോ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് മടക്കാനായിട്ട് കിട്ടുന്നില്ല. കണ്ടത് ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഏകദേശം ഒരു മടങ്ങി വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ആ കോണുകൾ മൊത്തം നമുക്ക് മടക്കിയെടുക്കണം. ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു കാര്യം കണ്ടിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. ആദ്യത്തെ അനുഭവമാണ്. ഒട്ടും പറ്റാണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് ദേഷ്യം വന്നിട്ട് ആ ഒരു ഇതിന്റെ ഇടയിൽ പശ വെച്ച് ഒട്ടിക്കാം കേട്ടോ. കാരണം ഇത് മടങ്ങിയിരിക്കണില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വേറെ A4 ഷീറ്റും കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. അവര് വേറെ ഏതോ പേപ്പർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് അത് കറക്റ്റായിട്ട് മടക്കിയെടുക്കാൻ പറ്റി. ഞാൻ പിന്നെ എന്തായാലും പണിപ്പെട്ടു. അന്ന് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെ കാര്യമുള്ളെന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെറുതെ എന്തൊക്കെയോ കട്ടിക്കൂട്ടി ആ മടക്കിൻ്റെ അല്ല, വരയുടെ എന്തൊക്കെയോ ഒരു ഡിസൈൻ ഉണ്ടെന്നല്ലാതെ വേറൊരു സംഭവത്തിലില്ല. അങ്ങനെ പാളിപ്പോയ എൻ്റെ ക്രാഫ്റ്റും നഷ്ടപ്പെട്ടു പോയ എൻ്റെ സമയം ഇരിക്കുന്നു. ഈ പൂക്കൾ വെച്ച് കഴിഞ്ഞപ്പോൾ പൂക്കളുടെ ഒരു ചെറിയ ഭംഗിയുണ്ടല്ലേ, അത്രേ ഉള്ളൂ ഇതില്. അപ്പൊ ഈ പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കാം. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ ഈ ഒരു വീഡിയോക്ക് ഞാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചോദിക്കുന്നില്ല. ഇതുപോലൊരു ഇനി വേറെ പറ്റാനുമില്ല. ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കണില്ല. എനിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ചെയ്യാനുള്ളൊരു സമയവും എനിക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ വീഡിയോ എടുക്കുക ചെയ്തത്. അപ്പൊ ഇനി ഞാൻ വേറെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. അപ്പൊ ബൈ.